മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. പുരാവസ്തു ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ മോൻസൺ മാവുങ്കലിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. 2,62,000 കോടി രൂപയുടെ വ്യാജരേഖ ചമച്ചെന്ന് ക്രൈംബ്രാഞ്ച്. ഉന്നതരോടൊപ്പമുള്ള ചിത്രങ്ങൾ തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ട്. അന്വേഷണം HSBC ബാങ്കിലെ വ്യാജരേഖകൾ കേന്ദ്രീകരിച്ച്. മോൻസൺ മാവുങ്കലിന്റെ ഇന്നത്തെ മൊഴിയെടുക്കൽ പൂർത്തിയായി. മോൻസണിനൊപ്പം ഒന്നിച്ചിരുത്തി മൊഴിയെടുത്തുവെന്ന് പുരാവസ്തു വിൽപ്പനക്കാരൻ സന്തോഷ്. സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കൽ 3 ദിവസം കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. കല്ലൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. 4 കോടി രൂപയുടെ തട്ടിപ്പിന് തെളിവ് ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം. മോൻസൺ മാവുങ്കലും 4 കോടി രൂപ നൽകിയവരും തമ്മിലുള്ള കരാറിന്റെ പകർപ്പ് പുറത്തുവിട്ട് 24. വീട്ടിലുള്ള പുരാവസ്തുക്കൾ വ്യാജമെന്ന് മോൻസൺ മാവുങ്കലിന്റെ കുറ്റസമ്മതം. മോൻസണിന്റെ വാഹനങ്ങൾ വ്യാജ രജിസ്ട്രേഷനിൽ. കൈവശം ബോളിവുഡ് നടി കരീന കപൂറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറും. മോൻസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത്തിന് സുരക്ഷ നൽകാൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മോൻസന്റെ പുരാവസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് പോലീസ് ആവശ്യപ്പെട്ടാൽ വിദഗ്ധ പരിശോധന നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പരിശോധനയ്ക്കായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായം തേടും. മോൻസൺ തട്ടിപ്പുകാരനാണെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെന്നും അന്വേഷണം നടക്കുന്നതിനാലാണ് വിവരം പുറത്തു പറയാതിരുന്നതെന്നും മന്ത്രി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ അവധിയിൽ. നീക്കം പുരാവസ്തു തട്ടിപ്പ് ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ. വിവാദങ്ങൾക്ക് ശേഷം ഓഫീസിലെത്തിയില്ല. വാർത്ത നിഷേധിച്ച് KMRL. പോലീസിന് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനപക്ഷത്ത് നിന്ന് വേണം പോലീസ് പ്രവർത്തിക്കേണ്ടത്. സർക്കാരിന്റെ പ്രവർത്തനം അളക്കുന്നതിൽ പോലീസ് ഇടപെടലും ഒരു ഘടകമെന്നും മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു വരുത്തി ഹൈക്കോടതി. നാളെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ നിർദ്ദേശം. തേവര SI, CI എന്നിവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. മോൻസൺ വിഷയത്തിൽ CBI അടക്കം ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് K. സുധാകരൻ. നേതാക്കൾ പ്രതികരിക്കാത്തത് താൻ പറഞ്ഞതുകൊണ്ടെന്നും KPCC അധ്യക്ഷൻ. കേസിൽ K. സുധാകരന്റെ പേര് പറയരുതെന്ന് കുന്നംകുളം സ്വദേശി ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാരൻ അനൂപ് മുഹമ്മദ്. ചാനൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന നിലപാട് തിരുത്തി കോൺഗ്രസ്. മോൻസൺ മാവുങ്കലുമായി K. സുധാകരന് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളിൽ കഥയില്ലെന്ന് K. മുരളീധരൻ MP. മോൻസൺ എല്ലാവരുടെയും പേര് പറഞ്ഞു. മോൻസനെ പോലുള്ള തട്ടിപ്പുകാർ സമൂഹത്തിൽ നിന്നില്ലാതാകണമെന്നും K. മുരളീധരൻ MP. മോൻസൺ മാവുങ്കലുമൊത്തുള്ള ചിത്രം സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മോൻസണുമായി മുൻ പരിചയവും സൗഹൃദവുമില്ല. ഗ്ലോബൽ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾക്കൊപ്പമാണ് മോൻസൺ എത്തിയതെന്നും പിന്നീട് കണ്ടിട്ടില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. KPCC അധ്യക്ഷൻ K. സുധാകരനെതിരെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. വെട്ടിപ്പിന് ഉത്തരവാദിയല്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല. മോൻസൺ വ്യാജ ഡോക്ടറെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സുധാകരൻ പരാതി കൊടുക്കുന്നില്ലെന്നും MV ജയരാജൻ. മുട്ടൽ മരമുറിക്കൽ കേസിൽ പ്രതികൾക്ക് ജാമ്യം. അഗസ്റ്റിൻ സഹോദരന്മാർക്കും ഡ്രൈവർ വിനേഷിനും ജാമ്യം കിട്ടിയത് മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സർക്കാർ കൂട്ടുനിന്നെന്ന് K. മുരളീധരൻ. കേസിൽ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുത്ത് വനംവകുപ്പ്. തുടരന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നടപടിയെന്ന് വിശദീകരണം. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതി വിമർശനം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും സർക്കാരിന് മൃദു സമീപനമെന്നും കോടതി. സുപ്രീം കോടതി വിധി പ്രകാരം ഒരു സഭ മാത്രമെന്നും നിരീക്ഷണം. ജർമ്മനികൾക്ക് ഒരുമിക്കാമെങ്കിൽ സഭകൾക്കുമാകാമെന്നും ഹൈക്കോടതി. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് AP ഷൌക്കത്ത് അലി, KV സന്തോഷ് എന്നിവരടക്കം 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് IPS. വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം. UPSC സമർപ്പിച്ചത് 11 പേരുടെ പട്ടിക. സംസ്ഥാനത്ത് ഇന്ന് 15,914 പേർക്ക് കോവിഡ്. 16,758 പേർക്ക് രോഗമുക്തി. 122 മരണം. കോവിഡ് മരണങ്ങളിൽ നഷ്ടപരിഹാരം നൽകാനുള്ള മാർഗരേഖ പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. രാജ്യത്ത് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്ത 60% കേസുകളും കേരളത്തിൽ നിന്നെന്ന് ആരോഗ്യ മന്ത്രാലയം. കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളതും കേരളത്തിൽ. രാജ്യത്തെ കോവിഡ് പ്രതിദിന കേസുകളിൽ വർധന. 24 മണിക്കൂറിടെ 23,529 കോവിഡ് പോസിറ്റീവ് കേസുകളും 311 മരണവും. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ ക്ലാസുകൾ 1/3 കുട്ടികളെ വെച്ച് നടത്താൻ ആലോചന. യൂണിഫോമും ഹാജരും നിർബന്ധമല്ല. ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റിൽ 25% വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ച് ക്ലാസുകൾ നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ. സ്കൂൾ തുറക്കുന്നതിലെ മാർഗരേഖ അടുത്ത മാസം 5-ന് പുറത്തിറക്കും.
ഒക്ടോബർ 4 മുതൽ സർക്കാർ ഡോക്ടേഴ്സിന്റെ നിസ്സഹകരണ പ്രതിഷേധം. കോവിഡ് കാലത്ത് സർക്കാർ കാട്ടിയത് കടുത്ത അവഗണനയും നീതി നിഷേധവുമെന്ന് KGMOA. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം. രോഗീ പരിചരണവും ചികിത്സയും മുടക്കില്ല. കോവിഡ് ബ്രിഗേഡിലുള്ള അത്യാവശ്യമുള്ള താത്കാലിക ജീവനക്കാരെ നിലനിർത്തുമെന്ന് ആരോഗ്യമന്ത്രി. നിയമസഭാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. നവംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനം പൂർണ്ണമായി നിയമനിർമ്മാണ ആവശ്യങ്ങൾക്കെന്ന് സ്പീക്കർ. നവംബർ 1 സഭയ്ക്കകത്തുള്ള എല്ലാ നടപടികളും കടലാസ് രഹിതമാക്കും. നിയമസഭാ അംഗങ്ങൾക്കെതിരായി ചാനൽ ചർച്ചയിലെ മോശം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് സ്പീക്കറുടെ താക്കീത്. കോൺഗ്രസ് വിടുമെന്ന് വ്യക്തമാക്കി പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. BJPയിൽ ചേരില്ല. പുതിയ പ്രാദേശിക പാർട്ടി രൂപീകരിക്കും. PCC അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി നവ്ജോത് സിംഗ് സിദ്ധു പിൻവലിച്ചേക്കും. സിദ്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി. ഉപതെരഞ്ഞെടുപ്പിനിടെ ബംഗാളിലെ ഭവാനിപൂരിൽ സംഘർഷം. BJP തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. BJP നേതാവ് കല്യാൺ ചൗബയ്ക്ക് നേരെ ആക്രമണമുണ്ടായതായി BJP. ഭവാനിപൂർ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോൾ വില 101 രൂപ 95 പൈസ, ഡീസൽ ലീറ്ററിന് 94 രൂപ 90 പൈസയായി. ഒരാഴ്ചക്കിടെ ഡീസൽ വില വർദ്ധിക്കുന്നത് 5ാം തവണ. ഇടുക്കി യൂത്ത് ലീഗിൽ കൂട്ടരാജി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് CM അൻസാർ ഉൾപ്പെടെ 7 ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു. കൂടിയാലോചന നടത്താതെ പുതിയ ആക്ടിംഗ് പ്രസിഡന്റിനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വാഹന രജിസ്ട്രേഷന്റെയും കാലാവധി 1 മാസം കൂടി നീട്ടി. കാലാവധി നീട്ടിയത് അടുത്ത മാസം 30 വരെ. കോവിഡ് പ്രതിസന്ധി പരിഗണിച്ചാണ് തീരുമാനമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കരുനാഗപ്പള്ളി കുണ്ടറ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നേതാക്കളോട് വിശദീകരണം തേടി CPIM. കൊല്ലത്തെ 3 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് വിശദീകരണം തേടി. വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെന്ന് CPIM. സംസ്ഥാന കാർഷിക വികസന ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററായി D. കൃഷ്ണകുമാർ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയത് പ്രസിഡന്റ് സോളമൻ അലക്സിന്റെ രാജിയെ തുടർന്ന്. കേരയിൽ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കി. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. പാലക്കാട്ട് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. കല്ലുവഴി സ്വദേശി ദിലീപാണ് മരിച്ചത്. സംഭവത്തിൽ പരിയാനംപറ്റ സ്വദേശി ശ്രീനുമോൻ പോലീസ് പിടിയിൽ. എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ പുലിയുടെ ജഡം അഴുകിയ നിലയിൽ കണ്ടെത്തി. വനപ്രദേശത്തിനോട് ചേർന്ന പറമ്പിലെ കിണറ്റിലാണ് ജഡം കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പ്രാഥമിക നിഗമനം. പോക്സോ കേസിലെ പ്രതിക്ക് 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച കൊയിലാണ്ടി അതിവേഗ സ്പെഷ്യൽ കോടതി. വിനോദയാത്രയ്ക്കിടെ ബാലികയെ പീഡിപ്പിച്ച് ഇരമംഗലം സ്വദേശി ഷിഞ്ചുവിനാണ് ശിക്ഷ വിധിച്ചത്. കേസിനാസ്പദമായ സംഭവമുണ്ടായത് 2018. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിനടുത്ത് ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശനി ഞായർ ദിവസങ്ങളിൽ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ദേശീയ വാർത്തകൾ. ഛത്തീസ്ഗഡിൽ ബോംബ് സ്ഫോടനത്തിൽ 2 CRPF ജവാന്മാർക്ക് പരുക്ക്. ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റ് സംഘം. മേഖലയിൽ കനത്ത സുരക്ഷ. രാജസ്ഥാനിൽ 4 മെഡിക്കൽ കോളേജുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ആശുപത്രികൾ വരുന്നത് ബൻസ്വര, സിരോഹി, ഹനുമാൻഗഡ്, ദൌസ ജില്ലകളിൽ. ദേശീയ ആരോഗ്യ നയ രൂപീകരണം പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ. ഒക്ടോബർ 15-നകം വാക്സിൻ സ്വീകരിക്കാത്തവരെ സ്കൂളിൽ പ്രവേശിപ്പിക്കില്ല. ഈ ദിവസങ്ങളെ അവധിയായി കണക്കാക്കുമെന്നും നിർദ്ദേശം. വിള ഇൻഷുറൻസ് കമ്പനികൾക്ക് 973.16 കോടി രൂപ കൈമാറി മഹാരാഷ്ട്ര സർക്കാർ. ഖാരിഫ് സീസണിലെ വിളനഷ്ടത്തിന് അപേക്ഷിച്ച കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായാണ് തുക കൈമാറിയത്. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം 50% വിളനഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മഹാരാഷ്ട്ര ഡെപ്യൂട്ടി സെക്രട്ടറി കൈലാഷ് ഗെയ്ക്വാദിന് EDക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കൈലാഷ് ഗെയ്ക്വാദിനെ വിളിപ്പിക്കുന്നത്. നേത്ര ചികിത്സയ്ക്ക് ആവശ്യമായ ഹൈഡ്രജൻ വികസിപ്പിച്ച് ഹൈദരാബാദ് IIT ബയോമെഡിക്കൽ ഗവേഷണ വിഭാഗം. അതിസങ്കീർണമായ നേത്ര ശസ്ത്രക്രിയകൾക്കും കോർണിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിനും ഉപയോഗപ്രദമെന്ന് ഗവേഷകർ.
2019 ബഹുജൻ സമാജ്വാദി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന രാജസ്ഥാൻ MLA-മാർക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. കൂറുമാറ്റ വിഷയത്തിൽ 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. കൂറുമാറിയ 6 MLA-മാർക്കാണ് കോടതിയുടെ നോട്ടീസ്. തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ആവശ്യപ്പെട്ട് പ്രശാന്ത് കിഷോർ സമീപിച്ചിരുന്നുവെന്ന് മുൻ ഗോവ മുഖ്യമന്ത്രി ലൂസിന്യോ ഫെലേറോ. BJPയെ പ്രതിരോധിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കുമെന്നും പ്രതികരണം. കോൺഗ്രസ് വിട്ട് ലൂസിന്യോ ഫെലേറോ തൃണമൂലിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം. 2010 പൂനെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവെച്ച് ബോംബെ ഹൈക്കോടതി. സെഷൻസ് കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. പ്രതികളായ രഞ്ജിത്ത് ഗാഡെ, ഗണേഷ് കാംബ്ലെ, സുഭാഷ് ഭോസ്ലെ എന്നിവരാണ് സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ക്ലീൻ ഇന്ത്യ ക്യാമ്പയിന് നാളെ തുടക്കം. രാജ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി അനുരാഗ് ഠാക്കൂർ. ക്യാമ്പയിനിന്റെ ഭാഗമായി 75 ലക്ഷം കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി ശേഖരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും. രാജ്യത്തെ 4 ഹൈക്കോടതികളിൽ ജഡ്ജിമാരായി നിയമിക്കാൻ 16 പേരുകൾ ശുപാർശ ചെയ്ത് സുപ്രീംകോടതി കൊളീജിയം. ബോംബെ, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിലെ ഒഴിവുകൾ നികത്താനാണ് നടപടി. നിയമനം സംബന്ധിച്ച ഫയൽ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് അയച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ഇത്യോപ്യയിൽ നിന്നുള്ള 7 UN പ്രതിനിധികളോട് രാജ്യം വിടാൻ സർക്കാർ. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതിനാണ് നടപടി. 3 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന് നിർദ്ദേശം. പുതിയ സുരക്ഷാ നിയമം പാസാക്കി ന്യൂസിലൻഡ്. നീക്കം ഓക്ലൻഡിലെ കത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നീതിന്യായ മന്ത്രി ക്രിസ് ഫഫോയ്. ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതും കുറ്റകരമെന്ന് പുതിയ നിയമത്തിൽ വ്യവസ്ഥ. ദക്ഷിണ കൊറിയയുമായുള്ള ഹോട്ട്ലൈൻ സംവിധാനം പുനഃസ്ഥാപിക്കാൻ സന്നദ്ധത അറിയിച്ച് ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയ പ്രസിഡന്റിന്റെ വസതിയായ ബ്ലൂ ഹൌസും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നുമായി നേരിട്ടുള്ള ടെലിഫോൺ ബന്ധം ആരംഭിച്ചത് 2018. അമേരിക്കയുമായി സഹകരിച്ച് സൈനികാഭ്യാസങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഓഗസ്റ്റിൽ ഉത്തര കൊറിയ ഹോട്ട്ലൈൻ സംവിധാനം വിച്ഛേദിച്ചിരുന്നു. തായ്ലൻഡിൽ പ്രളയം, 7 മരണം, ഒരാളെ കാണാനില്ല. വരുന്ന 3 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. ബലാത്സംഗ കേസിൽ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന് തടവ് ശിക്ഷ. യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഈ വർഷം മാർച്ചിൽ. ഇക്വഡോറിൽ ജയിലിലുണ്ടായ സംഘർഷത്തിൽ മരിച്ച തടവുകാരുടെ എണ്ണം 100ആയി. 52 പേർക്ക് പരുക്ക്. ഇക്വഡോറിൽ ഈ വർഷം ജയിലിൽ സംഘർഷമുണ്ടാകുന്നത് ഇത് 3ാം തവണ. ക്യാപിറ്റോൾ കലാപത്തിൽ പങ്കെടുത്തെന്ന് സമ്മതിച്ച് അമേരിക്കൻ മുൻ ഒളിമ്പിക് താരം ക്ലെയ്റ്റ് കെല്ലർ. ട്രംപ് അനുയായികൾക്കൊപ്പം ആക്രമണം നടത്തിയെന്ന് വിചാരണ കോടതിയിൽ കുറ്റസമ്മതം. ജാനുവരി 6 നടന്ന ആക്രമണത്തിൽ കേസെടുത്തത് 600ഓളം പേർക്കെതിരെ. ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിക്ക് തടവ് ശിക്ഷ. 2012 തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി നിയമവിരുദ്ധ ധനസഹായം നൽകിയതിനാണ് നടപടി. 1 വർഷത്തേക്കാണ് ശിക്ഷ. ബംഗ്ലാദേശിൽ റോഹിംഗ്യൻ അഭയാർത്ഥി നേതാവ് കൊല്ലപ്പെട്ടു. അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത് 50-കാരനായ മോഹിബുള്ള. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പോപ്പ് ഗായിക ബ്രിട്നി സ്പിയേഴ്സിന് മേൽ നിലനിന്ന നിയമപരമായ രക്ഷാകർതൃഭരണം റദ്ദാക്കി കോടതി. 13 വർഷമായി പിതാവിന്റെ രക്ഷാകർതൃഭരണത്തിലായിരുന്നു താരം. ലോകം മുഴുവനുള്ള ആരാധകർ ഫ്രീ ബ്രിട്നി എന്ന ക്യാമ്പയിനിലൂടെ താരത്തെ പിന്തുണച്ചിരുന്നു. സ്പോർട്സ് ന്യൂസ്. സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾക്കായി ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം UAE-യിലെത്തി. ഒക്ടോബർ 2-ന് UAE-യുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് മികച്ച തുടക്കം. മഴ തടസ്സപ്പെടുത്തിയ ആദ്യ ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എന്ന നിലയിൽ സ്മൃതി മന്ദാനയ്ക്ക് അർദ്ധ സെഞ്ചുറി. അണ്ടർ-19 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തെ തകർത്ത് ഹരിയാന. 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കാണുകയായിരുന്നു. സോണിയ മെൻഡിയാണ് ഹരിയാനയുടെ വിജയശില്പി. ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ചെൽസിക്കെതിരെ യുവന്റസിന് ജയം. ഏകപക്ഷീയമായ 1 ഗോളിനാണ് യുവന്റസ് ജയം സ്വന്തമാക്കിയത്. ചാമ്പ്യൻസ് ലീഗിൽ RB സാൽസ്ബർഗിന് ജയം. ഫ്രഞ്ച് ടീമായ ലില്ലയെ തോൽപ്പിച്ചത് 1-നെതിരെ 2 ഗോളുകൾക്ക്. ജർമ്മൻ താരം കരീം അഡൈമിക്ക് ഇരട്ട ഗോൾ. വിരമിക്കൽ പ്രഖ്യാപിച്ച ഫിലിപ്പീൻസ് ബോക്സിംഗ് ഇതിഹാസം മാനി പാക്വിയാവോ. ബോക്സിംഗ് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി മാറാൻ തീരുമാനം. 42-കാരനായ പാക്വിയാവോ 2016 മുതൽ ഫിലിപ്പീൻസിന്റെ സെനറ്ററാണ്. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 1 മുതൽ 8 വരെ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ. നേരിട്ട് ക്വാർട്ടറിലെത്തി ചാമ്പ്യന്മാരായ തൃശൂരും റണ്ണറപ്പായ കോട്ടയവും. മത്സരങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. കാണികൾക്ക് പ്രവേശനമില്ല. ജില്ലാ വാർത്തകൾ.
തിരുവനന്തപുരം കരകുളത്ത് വീട് കുത്തി തുറന്ന് മോഷണം 7 പവൻ സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നു. കവർച്ച വഴയിലയിൽ അർജുൻ മാറോളിയുടെ വീട്ടിൽ. തിരുവനന്തപുരം ആര്യനാട് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. ഉഴമലിക്കൽ സ്വദേശി എസ് സുനിലാണ് നെടുമങ്ങാട് കോടതിയിൽ കീഴടങ്ങിയത്. കേസിനാസ്പദമായ സംഭവമുണ്ടായത് 1.5 മാസം മുൻപ്. കളിയിക്കാവള ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധന നടപടി. ചരക്ക് വാഹനങ്ങളിൽ നിന്ന് പോലീസ് പണം വാങ്ങുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെക്ക് പോസ്റ്റിലെ DVR മെഷീന് സമീപം ഒളിപ്പിച്ചിരുന്ന 14,600 രൂപ പിടിച്ചെടുത്തു. ഭാരതത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊല്ലം ഓച്ചിറയിൽ RSP പ്രതിഷേധം. ഓച്ചിറ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച RSP സംസ്ഥാന കമ്മിറ്റി അംഗം MS ഷൌക്കത്ത്. കൊല്ലത്ത് ജീവകാരുണ്യ സംഘടനയായി തണൽ ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി ഡയാലിസിസ് പാലിയേറ്റീവ് സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി. സെന്റർ ആരംഭിക്കുന്നത് ആയൂർ മഞ്ഞപ്പാറയിൽ. പുനലൂർ തിരുവനന്തപുരം അൺറിസർവ്ഡ് സ്പെഷ്യൽ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നു. ഒക്ടോബർ 6 മുതൽ സർവീസ് തുടങ്ങും. യാഥാർത്ഥ്യമാകുന്നത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം. കൊല്ലം ജില്ലയിൽ 1078 പേർക്ക് കൂടി കോവിഡ്. 1075 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 172 പേർക്ക് രോഗമുക്തി. പത്തനംതിട്ട രാക്ഷസൻ പാറ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശം അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA, ജില്ലാ കളക്ടർ എന്നിവർ സന്ദർശിച്ചു. രാക്ഷസൻ പാറ പ്രകൃതി സൗഹാർദ്ദ ടൂറിസം കേന്ദ്രമാക്കിയുള്ള വികസനത്തിന് മാതൃകയാകുമെന്ന് ജില്ലാ കളക്ടർ. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് KU ജനീഷ് കുമാർ MLA. പത്തനംതിട്ട കളീക്കപ്പടിയിൽ ടിപ്പർ ലോറി ട്രാൻസ്ഫോമറിലിടിച്ച അപകടം. ആർക്കും പരുക്കില്ല. ട്രാൻസ്ഫോമർ പൂർണ്ണമായി തകർന്നു. മേഖലയിൽ ടിപ്പറുകളുടെ യാത്ര അമിത വേഗത്തിലെന്ന് നാട്ടുകാർ. കോട്ടയം കൈപ്പള്ളി റോഡിൽ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡ് അപകടാവസ്ഥയിൽ. 10 മീറ്ററോളം തകർന്ന സംരക്ഷണ ഭിത്തി ഉടൻ പുനർനിർമ്മിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ. ഇടുക്കി ഇലവീഴ പൂഞ്ചിറ മലനിരയിൽ നീലക്കുറിഞ്ഞി പൂത്തു. ആദ്യമായാണ് പ്രദേശത്ത് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. കോട്ടയം ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സർക്കാർ ഭൂമിയാണ് ഇലവീഴ പൂഞ്ചിറ. കോതമംഗലം നഗരസഭയിൽ ആഫ്രിക്കൻ ഒച്ച ആക്രമണം രൂക്ഷമായ കൃഷിയിടങ്ങൾ സന്ദർശിച്ച വിദഗ്ധ സംഘം. പരിശോധന നടത്തിയത് ഓടക്കാലി സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസറുടെ നേതൃത്വത്തിൽ. കാട്ടാനശല്യം രൂക്ഷമായ തൃശൂർ പാലപ്പള്ളിയിൽ 24 മണിക്കൂറും വനംവകുപ്പ് പെട്രോളിംഗ് നടത്തും. തീരുമാനം വനപാലകരുടെയും റബ്ബർ പ്ലാന്റേഷൻ മാനേജ്മെന്റ് പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. പ്രദേശത്ത് വാച്ചർമാരുടെ സേവനം ലഭ്യമാക്കും. പാലക്കാട് കോട്ടത്തറയിൽ സംഘർഷത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ 2 പേർക്ക് പരുക്ക്. ചൊറിയന്നൂർ സ്വദേശി ആകാശ്, കോട്ടത്തറ സ്വദേശി സോണിയ എന്നിവർക്കാണ് പരുക്കേറ്റത്. സംഘർഷമുണ്ടായത് മദ്യപിച്ച് സ്ത്രീയോട് മോശമായി പെരുമാറിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന്. പാചകവാതക ഇന്ധനവില വർധനയിൽ പാലക്കാട് കോട്ടോപ്പാടത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അർഹയായി 6 വയസ്സുകാരി. കൊടുമണ്ണ സ്വദേശി ഐഷ റിഹാമാണ് ഏറ്റവും അധികം ചിത്രങ്ങൾ വരച്ച പ്രായം കുറഞ്ഞ ചിത്രകാരി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. കൊപ്പം അൽജിബ്ര ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഐഷ റിഹാം. പാലക്കാട് ജില്ലയിൽ 888 പേർക്ക് കൂടി കോവിഡ്. TPR 13.17%. 930 പേർക്ക് രോഗമുക്തി. വിദൂര ആദിവാസി ഊരായ മുരുകളയിലേക്ക് TVയും സോളാർ ബാറ്ററിയും എത്തിച്ചു നൽകി. അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിഭാഗം സാമഗ്രികൾ ഊരിലെത്തിച്ചത് കുടുംബശ്രീയുടെ സഹായത്തോടെ. പാലക്കാട് പട്ടിത്തറ ഒതളൂർ ഹരിത പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടിയിൽ ഉത്സവം നടത്തി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് ദിനാചരണം നടത്തി. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P അബ്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ബോധവത്കരണ റാലി, ഉദ്ബോധന ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ഏർബൻ ബാങ്ക് ജീവനക്കാരുടെ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മലപ്പുറം നിലമ്പൂരിൽ പ്രതിഷേധവുമായി ഏർബൻ ബാങ്ക് ഫെഡറേഷൻ. ഉദ്ഘാടനം നിർവഹിച്ച മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സഹകരണ മേഖലയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനാകില്ലെന്ന് ആര്യാടൻ മുഹമ്മദ്. മലപ്പുറം പടിഞ്ഞാറേക്കര ബീച്ച് ശുചീകരണ പ്രവർത്തനം നടന്നു. ശുചീകരണം സംഘടിപ്പിച്ചത് പുറത്തൂർ പഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി. ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ വികസന കമ്മീഷണർ പ്രേം കൃഷ്ണൻ IAS. മലപ്പുറം ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ 1ാം വിള കൊയ്ത്തുത്സവം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച നജീബ് കാന്തപുരം MLA. മലപ്പുറം പാലേമാട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വഴിക്കടവ് സ്വദേശി തുപ്പനത്ത് റഷൂദാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മുഹമ്മദ് അൻഷാദ് പരിക്കുകളോട് ചികിത്സയിൽ.
മലപ്പുറം മക്കരപ്പറമ്പിൽ റോഡിൽ വീണ ഓയിൽ നീക്കം ചെയ്ത അഗ്നിരക്ഷാസേന. ഇരുചക്ര വാഹനങ്ങൾ റോഡിൽ തെന്നി വീണതിനെ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഓയിൽ നീക്കം ചെയ്തത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഓയിൽ ലീക്കായി റോഡിൽ വീഴുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 1360 പേർക്ക് കൂടി കോവിഡ്. TPR 15.34%. 1955 പേർക്ക് രോഗമുക്തി. വയനാട് കുറുവ ഈക്കോ ടൂറിസം സെന്റർ ഒക്ടോബർ 2 മുതൽ തുറക്കും. ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായി ഒരേ സമയം പ്രവേശനം അനുവദിക്കാൻ 100 പേർക്ക് മാത്രം. SSF കേരള സാഹിത്യോത്സവിന്റെ സംസ്ഥാനതല മത്സര പരിപാടികൾക്ക് നാളെ തുടക്കം. 2 ദിവസങ്ങളിൽ 97 ഇനങ്ങളിലായി 1649 മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഒക്ടോബർ 2 നടക്കുന്ന സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ മരത്തിന് മുകളിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കുമ്മാനം ആനക്കുനി സ്വദേശി CK പത്മനാഭനാണ് മരിച്ചത്. അപകടം മരം മുറിക്കുന്നതിനിടെ. മാഹി വളപട്ടണം ജലപാതയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം. ചാല ബൈപ്പാസിൽ നിരവധി പേർ പങ്കെടുത്ത പന്തം കൊളുത്തി പ്രകടനം. ചാല ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ചാല ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 263 പേർക്ക് കൂടി കോവിഡ്. 960 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 1500 പേർ. കാസർഗോഡ് ജില്ലയിലെ ചെങ്കൽ ക്വാറികൾ ഒക്ടോബർ 3 മുതൽ അനിശ്ചിതകാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. തീരുമാനം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ. എന്റർടൈൻമെന്റ് ന്യൂസ്. ആദിവാസി മുടുക ഭാഷയിൽ സിനിമ വരുന്നു. ആദിവാസി ബ്ലാക്ക് ഡെത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം വിജീഷ് മണിയാണ്. ശരത് തപ്പാനിയാണ് നായകനാകുന്ന ചിത്രം നിർമ്മിക്കുന്നത്. സോഹൻ റോയ്. സുജിത് C. സുന്ദരൻ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം മധുരമോഹന കാവ്യം ശ്രദ്ധേയമാകുന്നു. അതുൽ രാജ് തിരക്കഥ രചിച്ച് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശരൺ ശശിധരനാണ്. ബിനുഷ് തമ്പാനാണ് സംഗീതം. ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചേട്ടാ അതിന് വോളിയം ഒന്ന് കുറച്ച്. ഇത് നോക്ക് ജിൻസി, ഇത്ര കാലം നീ പറയുന്നത് കേട്ട് നിനക്ക് ഒരുപാട് സമയം തന്നു. ഇനി ജെയിംസ് ബോണ്ട് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന നോ ടൈം ടു ഡൈ പ്രേക്ഷകരിലേക്ക്. ലണ്ടൻ പ്രീമിയറിൽ ചിത്രത്തിന് വൻ സ്വീകരണം. ജെയിംസ് ബോണ്ട് സീരീസിലെ 25ാം ചിത്രമാണ് നോ ടൈം ടു ഡൈ. ഡാനിയൽ ക്രെയ്ഗ് ബോണ്ടിന്റെ കുപ്പായം അണിയുന്ന അവസാന ചിത്രമെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. The world is arming faster than we can. തിരക്കഥാകൃത്ത് ഷാഹി കബീർ ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ഇലവീഴ പൂഞ്ചെറിയുടെ ചിത്രീകരണം തുടങ്ങി. സൗബിൻ ഷാഹിറാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സുധി കോപ്പ, ജിത്തു അഷ്റഫ് എന്നിവർ പ്രധാന വേഷത്തിൽ. കഴിഞ്ഞ ദിവസമാണ് മോൻസൺ മാവുങ്കലുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം വ്യാജമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടൻ ബൈജു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ എടുത്ത ചിത്രമാണിത്. ഇത് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മോൻസൺ മാവുങ്കലിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം വ്യാജമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടൻ ബൈജു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ എടുത്ത ചിത്രമാണ് ഇത്. മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുമുണ്ട്. സത്യത്തിൽ ഈ ഫോട്ടോ മോഫ് ചെയ്ത് മോൻസൺ മാവുങ്കലിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. വിഷയത്തിൽ മന്ത്രി V. ശിവൻകുട്ടി DGPക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. രാജ്യത്ത് 58 ലക്ഷം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. രാജ്യത്താകെ വാക്സിനേഷൻ 89 കോടിക്ക് അരികെ. തമിഴ്നാട്ടിൽ 1612 പേർക്ക് കോവിഡ്. 1626 പേർക്ക് രോഗമുക്തി. 28 മരണം. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 135 റൺസ് വിജയലക്ഷ്യം. ജോഷ് ഹേസൽവുഡിന് 3 വിക്കറ്റ്. പുരാവസ്തു ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. CBI അന്വേഷണം വേണോ എന്ന് സംസ്ഥാനമാണ് നിലപാട് അറിയിക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തേടാമല്ലോ എന്നും V. മുരളീധരൻ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഉടൻ ചേരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല. നടപടി G23 നേതാക്കളുടെ ആവശ്യത്തെ തുടർന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് G23 നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. 100 ന്യൂസ് അവസാനിച്ചു. ഇനി ന്യൂസ് നൈറ്റുമായി ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം.